ഹലോ, ഇത് സർപ്പ എന്ന് പറയുന്ന ടീമാണ്. ഇവർ ആക്ച്വലി പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന കുറച്ച് കിടിലം ആൾക്കാരാണ്. പക്ഷെ ഇതിൽ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ശരിക്കും എത്ര ആൾക്കാരുണ്ട് സർ? 3000-ഓളം പേരുണ്ട്. പാമ്പിനെക്കാട്ടിൽ കൂടുതൽ ആൾക്കാരാണോ പാമ്പ് പിടിക്കാൻ? 3000 ആൾക്കാരുണ്ടെന്നോ? അവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത് നിങ്ങളുടെ കൂടെ ഒരു ടീമായിട്ടുണ്ട്. 7000-ഓളം പേര് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കോൺഫിഡന്റ് ആയിട്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത 3000-ഓളം പേര് സർട്ടിഫൈഡ് ആയിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ ഈ അപ്പോഴേ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്പം എന്തായാലും പറയുമ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർ കൂടെ എന്തായാലും ഒരു അറിവ് കിട്ടുന്ന ഒരു പരിപാടിയാണ്. പാമ്പുകളെ പറ്റി എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഒരു ഡൗട്ടാണ്, പാമ്പ് ഇണചേരുന്നത് കണ്ട് നമ്മളതിനെ ശല്യപ്പെടുത്തണമെങ്കിൽ നമുക്ക് കല്യാണം നടക്കൂലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുള്ളതാണ്. പൊതുവേ നമ്മൾ പാമ്പിന്റെ ഇണചേരലെന്ന് ധരിക്കുന്നത് രണ്ട് പാമ്പുകൾ തമ്മിൽ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ അതിന്റെ അടുത്തേക്ക് പോയി അതിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വിവാഹം മുടങ്ങുമെന്നോ താമസിക്കുമെന്നോ ഒക്കെ ഒരു വിശ്വാസമുണ്ട്. ആക്ച്വലി അത് പാമ്പിന്റെ ഇണചേരൽ അല്ല എന്നുള്ളതാണ് സത്യം. ഇണചേരൽ എന്ന് പറയുന്നത് പാമ്പിങ്ങനെ ഒരു നമുക്ക് മനുഷ്യർക്കൊക്കെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ തുറസായ ഒരു സ്ഥലത്തായിരിക്കില്ല അത് ചെയ്യുന്നത്. നമ്മൾ ഈ സാധാരണ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണചേരലിന് മുന്നോടിയായിട്ട് ഇണചേരൽ അവകാശത്തിന് വേണ്ടി ആൺപാമ്പുകൾ തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഏർപ്പെടും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ആൺപാമ്പുകളാണ് നമ്മളങ്ങനെ കാണുന്നത്. ആൺപാമ്പുകൾ തമ്മിൽ ചുറ്റിപ്പിണഞ്ഞിട്ട് അതിൽ ഒരാൾ മറ്റൊരാളിന്റെ തല താഴ്ത്തിപ്പിടിക്കുന്നു, മറ്റേ ആള് സ്വന്തം തല ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. അതിൽ വിജയിയാകുന്ന ആളാണ് പെൺപാമ്പുമായിട്ട് ഇണചേരാൻ സാധിക്കുന്നത്. പെൺപാമ്പ് ഇവരാണ് ജയിച്ചു വന്നതെന്നുള്ളത്. അതായത് ഈ തോൽക്കുന്ന ആള് ടെറിട്ടറി വിട്ട് സ്വമേധയെ അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. വിജയിക്കാണ് പെൺപാമ്പിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നത്. മൃഗങ്ങളിൽ നിന്നും ഉരകങ്ങളിൽ നിന്നും നമ്മൾ പലതും പഠിക്കേണ്ടിയിരിക്കുന്നു. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു ആ മഞ്ഞ ഷർട്ട് ഇട്ട് ചേട്ടൻ എന്തോ രസകരമായിട്ട് പറയാനുണ്ടെന്ന് തോന്നുന്നു. കമ്മത്തിന്റെ കല്യാണം വൈകിയത് അതുകൊണ്ടാണെന്നാണ് എന്റെ അറിവ്. ഓ, അതാണ് മൂപ്പര് കൊറേ നേരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ, അതെന്തായിരുന്നു? ഇതുപോലെ കമ്മത്ത് കൊറേ സ്ഥലത്ത് പാമ്പിലാണ് പറഞ്ഞു പോയി നോക്കി. അല്ലല്ല, പാമ്പ് ഇണചേർന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തോണ്ടിരുന്നപ്പോഴേ ഒരു പാമ്പിനെ പിടിച്ചോണ്ട് പോയി. ഈ നാഗ്മണി അതുണ്ടോ? നാഗമാണിക്യം ഉണ്ടോ? ഉണ്ട്, രാജമാണിക്യം ബെല്ലാരി. ശരിക്കും പാമ്പുകൾ ഉണ്ടെന്നാണോ ചോദിക്കുന്നത് അല്ലേ? നാഗമാണിക്യം അതും ഈ പറഞ്ഞതുപോലെ ഒരു വിശ്വാസമാണ്. പാമ്പുകളുടെ തലയിൽ ഇങ്ങനെ നാഗങ്ങൾ, അതായത് സർപ്പം, ഈ പത്തിയുള്ള പാമ്പുകളുടെ തലയിൽ ഒരു മാണിക്യം ഉണ്ടാവും, അപൂർവ രത്നമാണെന്നൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ട്. വിശ്വാസമാണോ അത്? ആക്ച്വലി അങ്ങനെ ഒരു സംഗതി ഇപ്പൊ നമ്മുടെ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ പാമ്പിന്റെ തലഭാഗം ഇങ്ങനെ അവിടെ നിന്നൊരു കല്ല് പോലെ അല്ലെങ്കിൽ ഒരു മാണിക്യം പോലെ ഇങ്ങനെ എടുക്കുന്നതായിട്ടൊക്കെ പല വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ആക്ച്വലി അതെല്ലാം സ്റ്റേജ്ഡ് ആണ്. അതിന്റെ ആ തൊലി അല്പം മാറ്റിയിട്ട് അതിനുള്ളിൽ ഈ മീൻ ഗുളിക പോലുള്ള എന്തെങ്കിലുമൊക്കെ തിളക്കമുള്ള വസ്തുക്കൾ അതിന് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അത് ഭയങ്കര പെയിൻഫുൾ ആണ്. അപ്പോൾ അത് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പർപ്പസിന് വേണ്ടി ചെയ്യുന്നതാണ്. ആക്ച്വലി നാഗമാണിക്യം എന്ന സംഗതിയൊന്നും ഇല്ല. ആലോചിച്ച് നോക്കിയേ, അനന്തഭദ്രൻ സിനിമയിൽ ഇത്രയും വില്ലനായ ദിഗംബരനെ മീൻകുളിയെ വെച്ചാണ് പറ്റിച്ചത്. കുഞ്ഞൂട്ടൻ കാവലിരിക്കണം പറഞ്ഞ് ചെന്ന് പോയത് ഒരു മീൻകുളിയേക്ക് വേണ്ടിട്ടാണ്. ഈ സന്ധ്യാസമയത്തെ ചൂളം അടിച്ചു കഴിഞ്ഞാല് പാമ്പ് വരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയ്യോ, നിന്റെ വീട്ടിലുള്ള പയ്യന്മാർ കേട്ടിട്ടില്ലേ? അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? സ്പെഷ്യലി സന്ധ്യാസമയത്ത് അമ്മ വിസിലടിക്കാൻ സമ്മതിക്കില്ല. നമ്മള് എസ്പെഷ്യലി കുട്ടിക്കാലത്ത് നമ്മള് വിസിൽ ഇങ്ങനെ അടിക്കാൻ വേണ്ടി പഠിക്കുമ്പോ അമ്മ പറയും പാമ്പിനെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പാമ്പുകൾക്ക് ചെവിയില്ല എന്നുള്ളതാണ്. പാമ്പുകൾക്ക് എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ല, ഇയർ ഡ്രംസ് ഇല്ല. ഈ അന്തരീക്ഷത്തിലെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ മനസ്സിലാക്കാനോ പിടിച്ചെടുക്കാനോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവ് പാമ്പുകൾക്കില്ല. അപ്പോൾ ഈ ശൂളം വഴി ശബ്ദം കേട്ടിട്ട് പാമ്പുകൾ വരും എന്നുള്ളത് ഇത്തരത്തിലുള്ള പാമ്പുകളുടെ ബയോളജിക്കൽ പ്രത്യേകതകൾ അറിയത്തില്ലാത്തത് കൊണ്ടുണ്ടായ വിശ്വാസമാണ്. ശരിക്കും അവരെന്താ ചെയ്യണേ? അപ്പോ അത് മൂർഖം പാമ്പിനോട് മാത്രം ചെയ്യുന്ന ഒരു സംഗതിയാണ്. മൂർഖം പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാഴ്ചശക്തി വളരെ പരിമിതമാണ്. കാഴ്ച കുറവായതുകൊണ്ട് തന്നെ മൂർഖൻ ഇങ്ങനെ പത്തിയെടുത്ത് നിൽക്കുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള ഓബ്ജക്ട്സിന്റെ ചലനത്തിനനുസരിച്ച് അത് അലർട്ട് ആവുന്നതാണ്. അത് കടിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതാണ്. ഈ മകുടിയുടെ സംഗീതത്തിനനുസരിച്ചല്ല, മകുടിയുടെ ടിപ്പിന്റെ ചലനത്തിനനുസരിച്ച് അത് ഇങ്ങനെ ഫുഡിന്റെ പൊസിഷൻ മാറ്റുന്നതാണ്. ഒരു മൂർഖം പാമ്പിനെയാണ് നോവിച്ചു വിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തിനാണ്? ആ ഒരു കേട്ടിട്ടില്ലേ? പാമ്പിന്റെ പക. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വളരെ രസകരമായ വിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ ഒരാളൊരു പാമ്പിനെ തല്ലിക്കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ പാമ്പ് അതിന്റെ കണ്ണിനുള്ളിൽ ഈ തല്ലിക്കൊല്ലുന്ന ആളിന്റെ ചിത്രം എടുത്ത് സൂക്ഷിക്കും. ആ പാമ്പിന്റെ ഭാര്യ വന്നിട്ട് ആ ചിത്രം കണ്ടിട്ട് കൊന്നയാൾ ആരാണെന്ന് മനസ്സിലാക്കും.
തല്ലിക്കൊല്ലുന്ന സമയത്ത് ഭാര്യ പുറത്തു പോയിരിക്കുമായിരുന്നു. എന്നിട്ട് ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസം ഈ തല്ലിക്കൊന്ന ആളിനെ വന്ന് ഈ ഇണപ്പാമ്പ് വന്നിട്ട് കടിച്ചു കൊല്ലും എന്നൊക്കെയാണ് വിശ്വാസം. പക്ഷെ അങ്ങനെ ഇണപ്പാമ്പ് വന്ന് കൊത്തണമെങ്കിൽ ഈ ആൺപാമ്പ് ധാരാളം പെൺപാമ്പുകളായിട്ട് ഇണചേരുന്നുണ്ട് ഒരു മീറ്റിംഗ് സീസണിൽ. അങ്ങനെയാണെങ്കിൽ ഒന്നല്ല കുറെ ആൾക്കാരെ വന്ന് കടിക്കേണ്ടതാണ്. അതേപോലെ പെൺപാമ്പുകളും അതേപോലെ ഒരു ആൺപാമ്പുമായിട്ടല്ല മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വിശ്വാസം ശരിയായിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യർക്കും, അതായത് പാമ്പുകളെ കൊന്ന മനുഷ്യർക്ക് ഒരു പാമ്പിന്റെ അല്ല ഒരു കൊട്ടേഷൻ ടീമിന്റെ കടിയായിരിക്കും കിട്ടുക. ഒരു കാര്യം ചെയ്യട്ടെ, ഈ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാല് ഇത് കടി കിട്ടിയ ഭാഗത്തിന് തൊട്ട് മുകളിലായിട്ട് വെച്ച് നമ്മൾ ടൈറ്റ് ആയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ കുറയ്ക്കാൻ സാധിക്കും. അത് നല്ലൊരു റെമഡിയാണ്, മെത്തേഡാണെന്ന് പറഞ്ഞ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട്. അത് ശരിയാണോ? അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതായത് ഒരു 10 വർഷം മുമ്പ് നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ ഡൂസ് എന്ന കാറ്റഗറിയിൽ പഠിച്ചിരുന്ന പല കാര്യങ്ങളും സ്നേക്ക് ബൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഡോൺസ് കാറ്റഗറിയിലേക്ക് മാറിയിട്ടുള്ള സംഗതികളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ടോർണിക്ക, അതായത് മുറുക്കി കെട്ടുക. കടിയേറ്റ പാടിന് തൊട്ട് മുകളിലായിട്ട് മുറുക്കി കെട്ടുക. അത് പിന്നീട് അത്ര മുറുക്കി കെട്ടരുത്, ഒരു വിരൽ കടത്താൻ പാകത്തിന് ഒന്ന് അയച്ച് കെട്ടണം എന്നുള്ള രീതിയിലേക്ക് മാറി. പിന്നീട് ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള കെട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം എസ്പെഷ്യലി ഈ അണലി വർഗത്തിൽപ്പെട്ട പാമ്പിന്റെയൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ അങ്ങനെ മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ ടിഷ്യൂസ് കംപ്ലീറ്റ് ഡാമേജ് ആവുകയും അത് ആ ഭാഗം തന്നെ മുറിച്ച് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ശരിക്കും ഇങ്ങനെ പാമ്പ് കടിയേറ്റാ മസ്കുലർ ഇമ്മൊബിലൈസേഷൻ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആ ഭാഗത്ത് എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. രോഗി ടെൻസ്ഡ് ആവാതെ, അതായത് കടിയേറ്റ ആള് ടെൻസ്ഡ് ആവാതെ ഇരിക്കുക, അയാളെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഡു ഇറ്റ് റൈറ്റ് എന്ന് ഞങ്ങൾ ചുരുക്കി പറയും. RIGHT. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഅഷ്വർ, കടിയേറ്റ ആളെ സമാധാനിപ്പിക്കുക, ധൈര്യപ്പെടുത്തുക, പേടിപ്പിക്കാതിരിക്കുക. ഇമ്മൊബിലൈസ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് പേശി ചലനങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ മതി. അതിന് കെട്ടിടുകയോ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ചിലപ്പോൾ കെട്ടിടുകയോ ചുറ്റിക്കെട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. റീഅഷ്വർ ഇമ്മൊബിലൈസ് കഴിഞ്ഞാൽ GH എന്ന് പറഞ്ഞാൽ ഗോ ടു ഹോസ്പിറ്റലാണ്. പിന്നെ അവിടെ മറ്റ് ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല. T എന്ന് പറഞ്ഞാൽ ടെൽ ദ ഡോക്ടർ അല്ലെങ്കിൽ ടോക്ക് ടു ദ ഡോക്ടർ. ഡോക്ടറെ അങ്ങ് ഏൽപ്പിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടറാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അത് ഇന്ന് നിങ്ങളുടെ കാരണം നമ്മൾ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വരയ്ക്കും ആ ഒരു ക്ലാരിറ്റി കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.